എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. മണികണ്ഠൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം. മണികണ്ഠന് വിദ്യാഭ്യാസം അനുഷ്ഠിക്കേണ്ട സമയമായി. ഗുരുവിൻ്റെ അടുക്കൽ തന്നെ താമസിച്ച് വിദ്യ അഭ്യസിക്കുന്ന ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. മണികണ്ഠനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ആ രാജ്യദമ്പതികൾക്ക് കഴിയുമായിരുന്നില്ല. എങ്കിൽ പോലും സ്വപുത്രൻ്റെ നന്മയെ കരുതി ക്ഷത്രിയന്മാർക്ക് യോജിച്ച തരത്തിൽ ബാല്യസംസ്കാരാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. യഥാകാലം മണികണ്ഠനെ വിദ്യാഭ്യാസത്തിനായി അവർ അതിസമർത്ഥനും വിദ്വാനുമായ ഒരു ഗുരുവിനെ ഏൽപ്പിച്ചു. ഗുരുകുലവാസത്തിൽ അല്പകാലം കൊണ്ട് തന്നെ മണികണ്ഠൻ വേദശാസ്ത്രങ്ങളിലും അസ്ത്രശസ്ത്രാദികളിലും അനിതര സാധാരണമായ പാടവം പ്രദർശിപ്പിച്ചു. ശിഷ്യൻ്റെ അതീവ ബുദ്ധിസാമർഥ്യവും സ്വഭാവവിശേഷങ്ങളും ഗുരുവിൽ അത്ഭുതം ജനിപ്പിച്ചു. ഒരുപക്ഷെ തൻ്റെ ശിഷ്യൻ ഒരു അവതാര പുരുഷനാണോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു പോയി. മണികണ്ഠൻ്റെ ഗുരുവിന് ഒരു പുത്രനുണ്ടായിരുന്നു. ജന്മന മൂകനും ബധിരനും ആയ ആ കുട്ടിയെ ഓർത്ത് ഗുരു എപ്പോഴും ദുഃഖിച്ചിരുന്നു. ഈ വിവരം മണികണ്ഠനും അറിയാമായിരുന്നു. വിദ്യാഭ്യാസാനന്തരം ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയം വന്നെത്തി. ഭക്തിയാദരപൂർവം ഗുരുവിനെ വണങ്ങിക്കൊണ്ട് മണികണ്ഠൻ ചോദിച്ചു, അവിടത്തേക്ക് ഗുരുദക്ഷിണയായി ഈ ശിഷ്യൻ എന്താണ് തരേണ്ടത്? പ്രിയ ശിഷ്യ, ഭവാനെ പോലെ ഗുണസമ്പന്നനായ ഒരു ശിഷ്യൻ നാളെ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. തികച്ചും അസാധാരണമായ ഭവാനെ വിദ്യ അഭ്യസിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജന്മസാഫല്യം. എങ്കിലും എനിക്കൊരാഗ്രഹം, എൻ്റെ ഏകസന്താനത്തിന് വാക്ശക്തിയും കേൾവിയും ഉണ്ടായിക്കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഭവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗുരുനാഥൻ്റെ ആഗ്രഹമറിഞ്ഞ മണികണ്ഠൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുപുത്രനെ തൻ്റെ അരികിൽ ചേർത്ത് നിർത്തി തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് അവൻ്റെ ശരീരം സ്നേഹപൂർവ്വം തലോടി. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ ഗുരുപുത്രൻ്റെ ബധിരമൂകത്വങ്ങൾ നീങ്ങിപ്പോയി. വർദ്ധിച്ച സന്തോഷത്തോടെ ഗുരു മണികണ്ഠനെ ആലിംഗനം ചെയ്തു. ശിഷ്യൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു, കരുണാമൂർത്തെ, അങ്ങയെ അനുഗ്രഹിക്കാൻ മാത്രം ആരുമല്ല ഞാനെന്നറിയാം. എന്നാലും ഗുരുദക്ഷിണ വാങ്ങി ശിഷ്യരെ അനുഗ്രഹിക്കണമെന്നതുകൊണ്ട് മാത്രം ഞാൻ ഭവാനെ അനുഗ്രഹിക്കുന്നു. അങ്ങേക്ക് സദാ കീർത്തിയും തേജസ്സും നിശ്ചയമായും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഗുരുവിൻ്റെ ആത്മാർത്ഥമായ അനുഗ്രഹവാക്കുകൾ കേട്ട് ഒന്ന് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ശ്രീ മണികണ്ഠൻ ഗുരുപാദങ്ങൾ നമസ്കരിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ മണികണ്ഠൻ തികഞ്ഞ ഒരു രാജ്യസേവകനായി വർത്തിച്ചു വന്നു. അതിബുദ്ധിമാനും പരമദയാലുവും ഭരണതന്ത്രകുശലനും ദീർഘദർശിയുമായ മണികണ്ഠനോട് ആലോചിക്കാതെ രാജശേഖര രാജാവ് ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. രാജ്യവാസികൾക്ക് മണികണ്ഠനോടുള്ള സ്നേഹവും ഭക്തിയും വിശ്വാസവും ബഹുമാനവും അനുദിനം വർദ്ധിച്ചു വന്നു. പന്തള രാജ്യം സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായി. ഇതിനിടയിൽ രാജശേഖര രാജാവിന് ഒരു പുത്രൻ കൂടി ജനിച്ചു. അവന് രാജരാജൻ എന്ന് നാമകരണം ചെയ്തു. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് പിറന്നിട്ടും രാജാവിന് മണികണ്ഠനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അപ്പോഴും തൻ്റെ മൂത്ത പുത്രനാണ് മണികണ്ഠൻ എന്ന ഭാവം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. രാജ്ഞിക്ക് മറിച്ചായിരുന്നില്ല. പുണ്യശാലികൾക്ക് മാത്രം ലഭിക്കുന്ന പുത്രഭാഗ്യങ്ങൾക്ക് ഉടമയാണ് തങ്ങളെന്ന് ആ രാജ്യദമ്പതികൾ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.